പല്ലളക്കണ്. വ്ളോഗ്. ഇന്ന് എമ്മാതിരി ബോറടിച്ച ദിവസം അറിയോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് എൻ്റെ ബോറടിച്ച ദിവസം എങ്ങനെയാണ് പോണേന്ന് കേട്ടോ. ബോറടിക്കാൻ കാരണം ഞാൻ 2 മണിക്ക് എണീറ്റേ. ഞാൻ 2 മണിക്ക് എണീക്കുന്ന ദിവസം എല്ലാം ഒരേപോലെ ആയിരിക്കും കേട്ടോ. ഞാൻ കാണിച്ചത് അത് എങ്ങനെയൊക്കെയാണ്. ഇവിടെ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് എത്തിക്കണ്. അപ്പോൾ തുടങ്ങിയിരിക്കണ് സൈക്കിളിൽ കളിക്കാൻ അല്ലേ. മൊബൈൽ അടിച്ചില്ലേ എൻ്റെ? ആ മൊബൈൽ എവിടെ അതൊന്നും കാണിച്ചു കൊടുത്താൽ. അതിന് പുതിയ മൊബൈൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. 10ാം ക്ലാസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു വല്ല ഐഫോൺ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്നു. അവന് അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടോ. ഇത് ഐഫോൺ 10X എടുക്കുന്നു. 10X അല്ലേ ഐഫോൺ മാത്രമേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടോ. ഞാൻ കാണിച്ചിട്ട് അവ ഏത് മൊബൈൽ എടുത്തേന്ന്. ഇതാണ് അവൻ ഐഫോൺ. ഇത് ഏത് മൊബൈലാണെന്ന് അറിയില്ല. ഇതിലാണെങ്കിൽ നോക്കിയിട്ടും കിട്ടുന്നില്ല ഇതിൽ ഏതിലെടുക്കാന്ന്. ഐഫോണിൽ വേറെ ഇതിൽ വേറെ അല്ലേ. സിസ്റ്റമിലാണോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഏതിലേക്കാണോ. ബോക്സാണെങ്കിൽ അവൻ വീട്ടിൽ കൊണ്ടുപോകും ചെയ്തു. എബോട്ട് ഫോൺ അല്ലേ. ഇതിൽ എബോട്ടൊന്നും കാണിക്കില്ല. അമ്മ നല്ലടി. അമ്മ നല്ലടി കാണില്ലല്ലോ. ഇതാ കിട്ടിയ ഫോൺ. ഇതാ റിയൽമീൻ്റെ മൊബൈൽ എടുത്തേക്കണേ. ഐഫോൺ എടുക്കുമെന്ന് പറഞ്ഞിട്ട് സ്റ്റോറേജ് 64 ഉണ്ട്. വാൾപേപ്പർ വരെ മാറ്റിയിരിക്കണ്. പാണ്ടേൻ്റെ ആക്കി വെച്ചേക്കണ്. ക്യാമറ ഒക്കെ അമ്മ വലുതാന്ന്. ക്യാമറേൻ്റെ ക്വാളിറ്റി കൂടി ഞാൻ കാണിച്ചു തരാം. ക്യാമറേൻ്റെ ക്വാളിറ്റി സാധാരണ ഒരു ആൻഡ്രോയിഡ് പോലെയാണ്. ഇതുണ്ടോ ക്വാളിറ്റി. അതിന് രസമൊന്നുമില്ല. അമ്മയെ കുഴപ്പമില്ലെന്ന് പറഞ്ഞേ. ഏത് നോക്കട്ടെ. നല്ല പവർഫുള്ളായി ഇടിമിന്നലൊക്കെ അടുത്തുകൂടെ പോകുമ്പോൾ തന്നാലേ ഓഫാവും. അപ്പോൾ അത് ഓഫാകുമ്പോൾ പെട്ടെന്ന് ഓണാക്കി കൊടുക്കണം. എന്നാലും കറണ്ട് കിട്ടുള്ളൂ ഞങ്ങളുടെ വീട്ടിലേക്ക്. ഞാൻ പിന്നെ ഇവൻ്റെ മൊബൈലിനെ കുറ്റം പറയണമെന്നില്ല. ഐഫോണിനേക്കാളും എത്രയോ നല്ലതാണ് ആൻഡ്രോയിഡ്. അങ്ങനെ ഞാൻ പറയുന്നുമില്ല. 2 മൊബൈലും അടിപൊളിയാണ്. ഐഫോൺ ക്യാമറയ്ക്ക് കൊല്ലത്തിന് കാര്യത്തിന് അടിപൊളിയാണ്. പക്ഷേ ഈ മൊബൈലുണ്ടല്ലോ ബാറ്ററി നല്ല നിൽക്കും. എൻ്റെ അമ്മച്ച വിളിച്ചിരിക്കണ്. 6 മിനിറ്റ് ആയിട്ടുള്ളൂ വിളിച്ചിട്ട്. അപ്പോഴത്തേക്ക് അവൻ സൈക്കിൾ ഇട്ടിട്ട് മേലെ പോയി. അമ്മ എടാ മോട്ടേ അതാ നിൻ്റെ അമ്മച്ചൻ വിളിച്ചിരിക്കുന്നു. എൻ്റെ അടുത്തുണ്ടല്ലോ വേഗം ഇങ്ങോട്ട് വന്നിട്ട് ബാഗ് എടുത്തിട്ട് വേഗം പോയിക്കോളാൻ പറഞ്ഞ. 3 നേരം മൊബൈൽ കളിച്ചിരുന്ന് സൈക്കിൾ ഓട്ടിച്ചിരുന്ന് മേലെ പോയി കളിച്ചുകൊണ്ടിരുന്നു. ഇപ്പം നോക്കിക്കോ നല്ല കേക്ക് വീണ്. സാറ്റ് കളിക്കുന്നു. തൊട്ടളിക്കേ നമുക്കും കൂട്ടിയാലോ. ഇങ്ക വാ തമ്പി, ഇങ്ക വാ. കീഴിറങ്ങി തമ്പി, കീഴിറങ്ങി. കിളിയിറങ്ങിയ മൂത്തം കൊടുക്കും. അതാ പോണ. പണ്ട് നിനക്ക് ഷൂ ഇല്ല, അത് ഇട്ടാ പോരെ. അവൻ്റെ നല്ല ഷൂ ഉണ്ട് കേട്ടോ. ഉണ്ടാവും വേറെ ഒക്കെ ഷൂ മേടിക്കാൻ പോയിക്കണേ. ഇവന്മാർക്ക് ഇതിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. സംഭവം മാറ്റി മാറ്റി ഇടാനാണ് ഇവർക്ക് ഇഷ്ടം. നല്ല സാധനം മേടിച്ചാലും ഇങ്ങനെ മറ്റേ എങ്ങനെ പറയൂലേ നല്ലത് നായിക്ക് പറ്റൂലെന്ന് ആ ടൈപ്പ് ആവുക. ഞാനങ്ങനെയല്ല കേട്ടോ. ഷൂ നെയ്ക്കോ അതിൻ്റെ ഒരു വെള്ള ഷൂവാ. ഞാൻ അപ്ലൈ പറഞ്ഞ ഷൂ ഒന്ന് എടുക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ള ഷൂ ഒന്നും എടുക്കണ്ടെന്ന്. ആ ഷൂ എടുത്ത് ഏത് വെള്ള ഏതോ ആണ് വേറെ വല്ല കളർ എടുത്തോളം പറഞ്ഞ. ഇപ്പം അവൻ വെള്ളം എടുത്ത് അതാണെങ്കിൽ പല പല കളറാവും ചെയ്ത്. കാട്ടിൽ പോയിട്ട് പച്ച, റോട്ടിൽ കൂടെ പോയിട്ട് അതിൻ്റെ അടിവാൻ തേഞ്ഞു പോയിക്കണ്. ചളിയിൽ കൂടെ പോയിട്ട് അതിൻ്റെ കളറ് വേറെ. ഇത് എൻ്റെ പാത്രമാണല്ലോ. ഞാൻ ഇതിൽ ഉപ്പുമുളക് ഇട്ട് വാങ്ങി തിന്നാറ്. ഏയ് പാത്രം മഴ വരണേ വേഗം കിട്ടോ. ബോറടിക്കണ്. ഇപ്പം ഞാൻ എന്ത് ചെയ്തിരിക്കും അറിയോ. അകത്ത് പോയിരുന്ന് യൂട്യൂബിൽ നിന്ന് കണ്ടുകൊണ്ട് വെക്കും. അല്ലെങ്കിൽ ഗെയിമും കളിച്ചിരിക്കും. ഇപ്പോഴാണെങ്കിൽ മഴയും പെയ്യണം. എനിക്കാണെങ്കിൽ കുളിക്കാനും തോന്നുന്നില്ല. കുടിക്കണം. ഇപ്പോഴാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതിനെ. മഴയത്ത് കുടിച്ചാലോ വേണ്ട. പെട്ടെന്നൊരു ഇടി വന്നാണ്ടല്ലോ ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവണം. എടാ ഓടിക്കോ, വേഗം ഓടിക്കോ. ഈ മൊബൈലിൽ ചാർജും ഇല്ല. ഇപ്പോൾ ചാർജ് കുത്തിയാണ്. കുറച്ച് രാത്രി കറണ്ട് പോയാൽ ഞാൻ പെട്ടു. വ്ളോഗ് എടുക്കാൻ എഡിറ്റ് ചെയ്യാനുമല്ലോ. ഇപ്പോൾ കുറച്ച് നേരത്തിന് കൂടി കറണ്ട് പോയി വന്നിട്ടുള്ളൂ. മൊബൈൽ കളിച്ചോണ്ട് നിന്നിട്ടോ. ഇവിടെ നിന്ന് മാറോ. ഞാൻ കുറച്ച് മൊബൈൽ കളിച്ച് ഞാൻ ഇരിക്കട്ടോ. ഇവിടെ ഇവക്കൊക്കെ ഉണ്ടല്ലോ ഇടയ്ക്ക് ചെവി വെക്കൂല. കാരണം എന്താ അറിയോ, ഒരു മുടി ഇവിടുന്ന് മുറിച്ചിട്ടുണ്ടല്ലോ ഈ സൈഡിൽ കൂടെ ചെവിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് ഇടും. ഇതിങ്ങനെ ചെവിൻ്റെ ഉള്ളിൽ പോകുമല്ലോ. അപ്പോൾ പറയുന്നൊന്നും കേൾക്കൂല. ട്രെൻഡാന്ന് പറയുന്നത്. ട്രെൻഡ് ഞാൻ മൊബൈലിൽ കുത്തിയേക്കല്ലേ. വേറെ റിച്ച് വന്നിരിക്കണ കളിക്കാൻ ക്രിക്കറ്റ് കളിക്കണമെന്ന് പറഞ്ഞിട്ട് മേലിൽ ഒരു കരച്ച ഇങ്ങോട്ട് വരട്ടെ കിച്ചുമാവനെ കാണുന്നതെന്ന് പറഞ്ഞിട്ട് ഇതാ ബോൾ കൊണ്ട് വന്നിക്കണം. ഫസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ട് കൊടുക്കുക. അത് നല്ലോണം അടിക്കും. മുഖത്തേക്ക് ചുണ്ട് താഴ്ചയാക്കിയില്ലേ. ഇങ്ങോട്ട് അടിച്ചില്ലേ നീ. എന്ത് ചെയ്യാ. ഓ ഓ ഇവിടെ പറഞ്ഞു
നീ എന്താ അങ്ങനെ അടിച്ചേ? നീ എന്താ അങ്ങനെ അടിച്ചേ? നല്ല വേദനിച്ച്. ഓ പല്ല് പോയി, പല്ല് അളകണ. ആ അമ്മ അമ്മ എന്നെ തല്ലി. ഞാൻ കളിക്കുമല്ലോ നിന്റെ അപ്പോ. വേണ്ട ആടെന്നോ. എന്ത് നീ എന്താ എന്നെ തല്ലിയേ? ആ ബോള് ബാറ്റ് ഇങ്ങോട്ടാട്ട്. ബാറ്റ് അവന് കൊടുക്കൂ. എന്നെ അടുത്ത് തല്ലിക്കുക. മതിയാന് കളി അയക്കത്. ഇവന്റെ ഒപ്പം കുറച്ച് നേരം കളിച്ചിട്ട് വരാട്ടോ. അയ്യോ അതപ്പുറം പോയണം. ആ ബാറ്റായിട്ട് അയ്യോ ഇന്ന് മറ്റേ ബോൾ കാണില്ല. നീ എന്താ അടിച്ചടങ്ങേ? ഇവന്റെ ബോള് മേലോട്ട് ഇട്ടോ. മേലോട്ടല്ല ശരിക്കും ഇട്ടതാ. എന്റെ ഫോട്ടോ നാശായി. ആഞ്ഞടക്ക് വരിക. ആനയൊക്കെ നല്ലോണം അടിക്കണ്ടമ്മ. ഞാൻ എടുത്തപ്പോ ഇനി മേലേക്കല്ല മറ്റേ റിച്ച് ഒരു അടി അടിച്ചിട്ട് ബാറ്റും കൊണ്ട് അതിന്റെ മേലെ പോയി. അവിടെ കാണാണ്ടില്ലേ അങ്ങ് മൂലയിലായി. എടാ ഇനി നീയില്ലേ നാണോ അല്ലെങ്കിൽ വേറെ ബോൾ മേടിച്ചോ? വേറെ ബോള് മേടിച്ചോ? എടുക്കട്ടെ കരയില്ലേ? വാ ഞാൻ നാശാക്കൂല. വാ ഇവിടെ വാ, ഇങ്ങോട്ട് വാ, കാണിച്ചരാ. ഇങ്ങോട്ട് വാ. ഫൈനലി അതിൻ്റെ ഉള്ളിൽ നിന്ന് ബോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് കളിക്കാൻ വയ്യ മുട്ടേ. ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. നീ വീട്ടിൽ പോകണ്ട. ഇരുടേടാ പുറത്ത് നല്ല ഇരുടായിക്കണ്. ഇവനെ വീട്ടിൽ കൊണ്ടാക്കണം. നീ എന്ത് കാട്ടുന്നു ഇവിടെ? റീൽസും കണ്ടിക്കേ. റീച്ച് അവള് തല്ലിക്കോ. കോട്ട് കിച്ചു മാമ ഇത്രയും കളിക്കാൻ വന്നിട്ടോ. അതിൽ ഒന്നും കൂടി ബോർഡ് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് തരും. നല്ല ഇടിയലുണ്ട്. കറണ്ടൊക്കെ തന്നെ ഓഫായി. വാ ഇങ്ങനെ വാ. പാവം ഇപ്പൊ നല്ല ഇടി അടുത്തു കൂടെ പോയിട്ടോ. അപ്പൊ പെട്ടെന്ന് കറണ്ട് പോയി. അപ്പൊ കരയാൻ തുടങ്ങിയതൊക്കെ. ചെരുപ്പ് ഇണീലുണ്ട്. ഇവിടെയാണ് താഴ്ന്ന് പോയത്. ഓക്കെ എന്താണ് വെച്ചാ അതൊക്കെ ഒന്ന് ഓണാക്കി ഇട്ടൂടെ? കറണ്ട് കണ്ടില്ലേ? ഒരു വലിയ കിട്ടിയെന്നാ ചെക്ക നല്ല മേടിച്ചിക്കണ്. അത്ര പവറിലാന്ന്. ജനലൊക്കെ ഇങ്ങനെ വിറക്കിയിരുന്നു. മൊബൈൽ കുറച്ചും കുത്തിച്ചിട്ട് കടന്നുറങ്ങണമെന്ന് വിചാരിച്ചാ. ഇപ്പൊ ആണെങ്കിൽ ഉറക്കം വരുന്നില്ല. അയ്യോ ഉറക്കം വരുന്നില്ല. ഇനി കുറച്ച് കഴിഞ്ഞാ ചോറ് അയച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡും ചെയ്തിട്ട് മെല്ലെ കടന്നുറങ്ങാ. ഇപ്പൊ 8 മണി കഴിഞ്ഞ കൈസ്. ഇപ്പൊ പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ. മഴയത്ത് ഒരു നനഞ്ഞൊരു സാധനം വന്നിക്കണ്. ഒരു നനഞ്ഞ കൊയി എൻ്റെ റൂമിൽ കയറി കിടക്കുന്നുണ്ട്. ഇത് ഞാൻ ഇവിടെ അടക്കും, മറ്റേ അപ്പുറത്ത് അടക്കും. കറി എന്താന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കറി അമ്മ പരിപ്പരി മാത്രം വെക്കുള്ളൂ. പരിപ്പ് അധികം തിന്നിട്ടുണ്ടല്ലോ. ടിപ്പർ ഫോൺ അടിക്കണല്ലായിരിക്കും. അമ്മ മറ്റേ മുരിങ്ങേൻ്റെ അറിയും, മുരിങ്ങേൻ്റെ ഇലേൻ്റെ കറി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നല്ല ചോറ് കഴിച്ചിട്ട് വല്ല എഡിറ്റിങ് ചെയ്യാനുള്ള പരിപാടി തുടങ്ങട്ടെ. നല്ല മഴയുണ്ട്. ചിലപ്പോൾ വൈഫൈ ഓഫായി അപ്ലോഡ് ചെയ്ത് നടക്കൂല. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉള്ളത് ഇത്രേ ഉള്ളൂ. ഞാൻ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ടേ എഡിറ്റ് ചെയ്യാൻ തുടങ്ങട്ടെ. കറണ്ട് പോയാൽ പെട്ടുപോകും. അപ്പോൾ നാളെ അടുത്ത നല്ല വ്ളോഗായത് നാളെ കാണാം കേട്ടോ. ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. നാളെ അടുത്ത വ്ളോഗിൽ നാളെ കാണാം.